ഈ ക്യാമ്പ് സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എന്തെല്ലാം വെല്ലുവിളികളാണ് നേരിട്ടിരുന്നത്? നമുക്ക് ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത് നമ്മുടെ ഈ ഡോക്ടേഴ്സിന്റെ ഒക്കെ ഷെഡ്യൂൾ അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഇവരൊക്കെ ഇപ്പം നിലവിൽ വളരെ പ്രമുഖമായ ആശുപത്രികളിൽ ആ പോസ്റ്റുകളിലൊക്കെ നല്ല പോസ്റ്റുകളിൽ ജോലി ചെയ്യുന്ന ഡോക്ടേഴ്സാണ്. അപ്പൊ ഇവരെയൊക്കെ ഒരുമിച്ച് സംഘടിപ്പിച്ച ഒരു ദിവസം ഇവരെ കൊണ്ടൊക്കെ ഓഫെടുപ്പിച്ച് നമ്മൾ ഈ ഒരു ക്യാമ്പ് സംഘടിപ്പിക്കണം എന്നുള്ള ആ ഒരു ഉദ്ദേശത്തിൽ ഇവരുടെയൊക്കെ ഷെഡ്യൂൾ അറേഞ്ച് ചെയ്യുക എന്നുള്ളതായിരുന്നു ആദ്യത്തെ ഒരു നമുക്കുണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട കടമ്പ. അതിനുശേഷം സ്കൂളിലെ അറേഞ്ച്മെന്റ്സ് ഒക്കെ നമുക്ക് വളരെ കോപ്പറേറ്റീവ് ആയിരുന്നു. നമുക്ക് സ്കൂളിൽ നിന്ന് വൈസ് പ്രിൻസിപ്പൾ ഞങ്ങളുടെ പഴയ സ്വന്തം ഫിറോസ് സാറാണ്. പുള്ളി വളരെ നല്ല സപ്പോർട്ടാണ്. അപ്പൊ സ്കൂളിൽ നിന്നുള്ള അറേഞ്ച്മെന്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഓക്കെ ആയിരുന്നു. അതിനൊന്നും നമുക്ക് വെല്ലുവിളികളൊന്നും ഉണ്ടായിട്ടില്ല. ഞങ്ങൾ ഫേസ് ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത് ഞങ്ങൾ ആദ്യം ഡിക്ലെയർ ചെയ്ത ഡേറ്റ് കഴിഞ്ഞ ബുധനാഴ്ചയായിരുന്നു, ജൂലൈ 9. അന്ന് ഓൾ ഇന്ത്യ സ്ട്രൈക്ക് വന്നതുകൊണ്ട് നമുക്ക് നമ്മുടെ ബ്ലഡ് ബാങ്കുകാരും അതേപോലെ തന്നെ ഡോക്ടേഴ്സിന്റെ ഷെഡ്യൂളും ഒക്കെ പ്രശ്നം വന്നിട്ട് നമുക്ക് ആ ഡേറ്റ് മാറ്റി വെക്കേണ്ടി വന്നു. അവിടുന്നാണ് ശരിക്കും ഞങ്ങൾക്കൊരു വെല്ലുവിളി അല്ലെങ്കിൽ ഒരു അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടായിട്ട് ഉണ്ടായത് ആ ഒരു സമയത്തിന് ശേഷമാണ്. എങ്കിലും വളരെ കൂളായിട്ട് നമ്മൾ ഡോക്ടേഴ്സ് വളരെ പെട്ടെന്ന് തന്നെ, പക്ഷേ നമുക്ക് ഡോക്ടേഴ്സിനെ 2-3 വരെ ചേഞ്ച് ചെയ്യേണ്ട വന്നു. ആദ്യം പ്ലാൻ ചെയ്ത ഡോക്ടേഴ്സിന് ഇന്ന് ഷെഡ്യൂൾ ഒഴിവില്ലാത്തതുകൊണ്ട് നമ്മൾ പകരം നമ്മുടെ തന്നെ മറ്റ് ഡോക്ടേഴ്സിനെ അറേഞ്ച് ചെയ്തിട്ട് നമ്മൾ അത് സെറ്റ് ചെയ്ത് ക്ലോസ് ചെയ്ത് കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ ആ ഒരു അറേഞ്ച്മെന്റിന് പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പിലേക്കും നമുക്ക് ആ ദിവസം ജൂലൈ 9 ഓക്കെ ആയിട്ട് രജിസ്റ്റർ ചെയ്തിരുന്ന ആളുകൾ പലർക്കും ഇന്ന് അസൗകര്യം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനത്തെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് നമുക്ക് മൊത്തത്തിലുള്ള അറേഞ്ച്മെന്റ്സ് ഉണ്ടായിട്ടുണ്ടെന്നല്ല. ബാക്കിയെല്ലാം വളരെ സൗണ്ട് ആൻഡ് സേഫ് ആണ്. ബാക്കി അറേഞ്ച്മെന്റ്സ് എല്ലാം ഓക്കെ ആയിരുന്നു. മറ്റു ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല. ബാക്കിയൊക്കെ ഞങ്ങളുടെ ബാച്ച് ബാക്കി കാര്യങ്ങളെല്ലാം നമ്മൾ വളരെ കൃത്യമായ പ്ലാനിങ്ങോട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.